ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് പാചകം ബ്യൂട്ടി ടിപ്സൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കുറേ പാചകം ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് അതിൽ നിന്നും വ്യത്യാസമായിട്ട് ഒരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ഞാനൊരു കവിതയാണ് കേട്ടോ ചെല്ലുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ധാരാളം കവിതയൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ഓർമ്മ വെച്ച് നമുക്കിന്നൊരു കവിത ചെല്ലാം. എനിക്ക് അത്ര കവിതയ്ക്ക് എക്സ്പെർട്ടൊന്നുമില്ല, അത്ര നല്ല ട്യൂണൊന്നുമില്ല, എങ്കിലും എനിക്കറിയുന്ന മാതിരി ഞാൻ ചെല്ലാം. നിങ്ങളെല്ലാവരും അത് സ്വീകരിക്കുന്നു, ഇഷ്ടമാണെന്ന് എനിക്കറിയാം. വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ മാമ്പഴം എന്ന കവിതയാണ്. കുറച്ചൊരു വിഷമമുണ്ടാക്കുന്ന കവിതയാണ്, എങ്കിലും നമുക്കൊന്നൊന്ന് ചൊല്ലി നോക്കാം കേട്ടോ. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിൻ മുൻപിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നോടി ചാഹ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ. മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. തുങ്കമം മിനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ. മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പോകി. വാനവർക്കാരോമലായി പാരിനെ കുറിച്ചുദാസീനനായി ക്രീഡാലസ ലീനനായി അവൻ വാഴുകെ. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. തന്മകൻ അമോദേകാൻ താഴോട്ടു നീ പതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ. അയൽപ്പക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോടവർ തന്മാവിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു. പൂവാലനണ്ണാർ കണ്ണ മാമ്പഴം തരികെന്നു പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു. ഉതിരും മധുരങ്ങൾ ഓടിച്ചെന്നെടുക്കുന്നു മുതിരും കോലാഹല മംഗലധ്വാനത്തോടും. വാസന്ത മഹോത്സവ മാണവർക്കെന്നാൽ അവൾ കാഹന്ത കണ്ണീരിനാൽ അന്തമാം വർഷകാലം. വാസന്ത മഹോത്സവ മാണവർക്കെന്നാൽ അവൾ കാഹന്ത കണ്ണീരിനാൽ അന്തമാം വർഷകാലം. പുരതോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ട് തൻ ദുരിത ഫലം പോലുള്ള അപ്പഴമെടുത്തവൾ തന്നുണ്ണി കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ നിക്ഷേപിച്ചു മന്ദമായവൻ ചൊന്നാൾ. ഉണ്ണിക്കൈ കൊടുക്കുവാൻ ഉണ്ണിവായ്ക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ. നീരസം ഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞേ, നീ ഇതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാകൂ. പിണങ്ങി പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ. വരിക കണ്ണാൽ കാണാൻ വയ്യാത്തോരൻ കണ്ണനെ തരസ നുകർന്നാലും തായതൻ നൈവേദ്യം നീ. ഒരു തൈ കുളിർക്കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമ കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു.